ഡിയേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ലവ്ലി ഷോട്ട്സ്. ലവ്ലി ഷോട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. LP, UP, LDC പരീക്ഷകളുടെ മോക്ക് ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2023 പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ മോക്ക് ടെസ്റ്റ് രൂപത്തിൽ ചെയ്യുന്നത്. നോക്കാം ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആത്മനിർഭർ ഭാരത് അഭിയാൻ പദ്ധതിയിൽ താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തതേത്? ആത്മനിർഭർ ഭാരത് അഭിയാൻ പദ്ധതിയിൽ താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് വേണ്ടി മാത്രമുള്ളത്. ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് വേണ്ടി മാത്രമുള്ളത് എന്നത് തെറ്റായ പ്രസ്താവനയാണ്. ആൻസർ 2020 മെയ് 12 പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ GDPയുടെ 10% വരുന്ന പദ്ധതി കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലം. ആ സമയത്ത് പ്രഖ്യാപിച്ച പദ്ധതിയാണ് ആത്മനിർഭർ ഭാരത് അഭിയാൻ. അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് വേണ്ടി മാത്രമുള്ളത് എന്ന ഓപ്ഷൻ ഡി തെറ്റാണ്, ശരിയല്ലാത്തതാണ്. അപ്പോൾ ആൻസർ ഇവിടെ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവ ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർക്കാനുള്ളൊരു ക്വസ്റ്റ്യനാണ്. GST ബിൽ നിലവിൽ വന്നു. ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു. ആൻസർ ഓപ്ഷൻ എ ആണ്. 1 സി. GST ബിൽ നിലവിൽ വന്നത് സി ആണ്. 2017 ജൂലൈ 1. ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് ബി ആണ്. 1950 മാർച്ച് 15. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം എ ആണ്. 2005 ഓഗസ്റ്റ് 23. 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് ഡി ആണ്. 1951 ഏപ്രിൽ 1. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്. 1 സി, 2 ബി, 3 എ, 4 ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ നബാർഡുമായി ബന്ധമില്ലാത്തതേത്? നബാർഡുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 1980 ജൂലൈ 12 സ്ഥാപിതമായി എന്നത് തെറ്റായ പ്രസ്താവനയാണ്. 1982 ജൂലൈ 12 നബാർഡ് സ്ഥാപിതമായത്. 1982 ജൂലൈ 12 നബാർഡ് സ്ഥാപിതമായത്. അപ്പോൾ ഇവിടെ തെറ്റായ പ്രസ്താവന ബന്ധമില്ലാത്തതാണ്. ഓപ്ഷൻ ബി. കാർഷിക വികസനവും ഗ്രാമീണ വികസനവുമാണ് ലക്ഷ്യം. ആസ്ഥാനം മുംബൈയാണ്. ശിവരാമൻ കമ്മിറ്റിയാണ്. ശിവരാമൻ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് നബാർഡ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1918 ജൂലൈ 12 സ്ഥാപിതമായി എന്നത് തെറ്റായ പ്രസ്താവനയാണ്. 1982 ജൂലൈ 12 സ്ഥാപിതമായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്ത സവിശേഷതകളിൽ പെടാത്തത് ഏവ? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്ത സവിശേഷതകളിൽ പെടാത്തത് ഏവ? ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം, അതായത് നീതിന്യായ പുനഃപരിശോധനയും അവശിഷ്ടാധികാരവും ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തതല്ല. നീതിന്യായ പുനഃപരിശോധന, അതായത് ജുഡീഷ്യൽ റിവ്യൂ, കടമെടുത്തിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. അവശിഷ്ടാധികാരം കടമെടുത്തിരിക്കുന്നത്, അതായത് റെസ്റ്റിജറി പവേഴ്സ് കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. അപ്പോൾ ആൻസർ ഇവിടെ ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്ത സവിശേഷതകളിൽ പെടാത്തതാണ്. നിയമവാഴ്ച എന്ന ആശയവും പാർലമെൻ്ററി സമ്പ്രദായവും ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി. നീതിന്യായ പുനഃപരിശോധന, ജുഡീഷ്യൽ റിവ്യൂ, അതേപോലെ തന്നെ അവശിഷ്ടാധികാരം, റെസിജ്വറി പവേഴ്സ്, രണ്ടും ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തതല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ
ഉത്തരവുകളുമായി അതായത് റിറ്റ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളേവ? റിറ്റ്സുമായി അല്ലെങ്കിൽ ഉത്തരവുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളേവ? ആൻസർ ഓപ്ഷൻ ബി ആണ് 4. റിട്ടുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ഓപ്ഷൻ ബി 4. അതായത് ഇന്ത്യൻ ഭരണഘടന 5 തരം ഉത്തരവുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 32 പ്രകാരം ഇന്ത്യൻ ഭരണഘടന 5 തരം റിട്ടുകളാണ് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. ഇന്ത്യയിലെ എല്ലാ കോടതികൾക്കും ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുണ്ട്. തെറ്റായ പ്രസ്താവനയാണ്. മൻഡാമസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് അധികാരത്തിൽ എന്നാണ്. തെറ്റായ പ്രസ്താവനയാണ്. ഹൈക്കോടതികൾക്ക് ഉത്തരവ് പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന വകുപ്പ് 256 ഇത് 3 തെറ്റായ പ്രസ്താവനയാണ്. റിട്ടുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഇന്ത്യൻ ഭരണഘടന 5 തരം റിട്ടുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യത്തിൽപ്പെടാത്ത ആശയം അല്ലെങ്കിൽ ആശയങ്ങൾ ഏവ? മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യത്തിൽപ്പെടാത്ത ആശയം ഏവ? ആൻസർ ഓപ്ഷൻ എ ആണ് 2. അതായത് മതസ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുക. മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യത്തിൽ പെടാത്ത ആശയമാണ് മതസ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ലക്ഷ്യത്തിൽ പെടുന്ന ആശയങ്ങളാണ് അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക, വിഭവങ്ങളുടെ തുല്യ വിതരണം, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക. മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പെടാത്തതാണ്, അതിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തതാണ് മതസ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുക. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ് 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 4(a)യിൽ പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കർത്തവ്യങ്ങളിൽ പെടാത്തതേത്? മൗലിക കർത്തവ്യങ്ങളിൽ പെടാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ ഡി ആണ് 3. വ്യക്തികൾ നികുതി അടക്കുക എന്നത് മൗലിക കർത്തവ്യങ്ങളിൽ പെടാത്തതാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും അന്തസ്സിനും ആഭിജാത്യത്തിനും കളങ്കം വരുത്തുന്ന പ്രവർത്തനങ്ങളിൽ ഇടപെടാതിരിക്കുക, ഇത് മൗലിക കർത്തവ്യങ്ങളിൽ പെട്ടതാണ്. നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക, രക്ഷാകർത്താക്കൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, ഇതൊക്കെ മൗലിക കർത്തവ്യങ്ങളിൽ പെടാത്തതാണ് വ്യക്തികൾ നികുതി അടക്കുക എന്നുള്ളത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ പെടാത്തത് ഏത്? ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ് 3, 4. 23ൻ്റെ ആൻസർ ഓപ്ഷൻ എ 3, 4. അതായത് രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ പെടാത്തതാണ് 3ഉം 4ഉം. ലോക്സഭയിൽ ഒരു പാർട്ടിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ പ്രധാനമന്ത്രിയാക്കാം, ഇത് തെറ്റാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം. അപ്പോൾ ഇവിടെ ആൻസർ 3ഉം 4ഉമാണ് രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ പെടാത്തത്. ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഭരണഘടനയുടെ 7ാം പട്ടികയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അവശിഷ്ടാധികാരം അതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളേവ? അതായത് റെസിജ്വറി പവേഴ്സുമായിട്ട് അവശിഷ്ടാധികാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ആൻസർ ഓപ്ഷൻ ഡി ആണ് 1, 2, 4. 1ഉം 2ഉം 4ഉമാണ് അവശിഷ്ടാധികാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. സൈബർ നിയമങ്ങൾ അവശിഷ്ടാധികാരത്തിന് ഉദാഹരണമാണ്. ഈ ആശയം കടമെടുത്തിരിക്കുന്നത് കാനഡയുടെ ഭരണഘടനയിൽ നിന്നാണ്. 4 അവശിഷ്ടാധികാരത്തിൽ നിന്നും നിയമം നിർമ്മിക്കാനുള്ള അധികാരം ഗവൺമെൻറ്റിനാണ്. അപ്പോൾ 1, 2, 4 ശരിയായ പ്രസ്താവന. 3 മായം ചേർക്കൽ അവശിഷ്ടാധികാരത്തിൽ പെടുന്നു എന്നത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ 3 തെറ്റായ പ്രസ്താവനയാണ്, 1, 2, 4 ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളേവ? കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളേവ?
ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2, 3, 4 എല്ലാം ശരിയായ പ്രസ്താവനകളാണ്. കേരള സംസ്ഥാന വികലാംഗക്ഷേമ കോർപ്പറേഷൻ സ്ഥാപിതമായത് 1979 കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ആസ്ഥാനം തിരുവനന്തപുരം പൂജപ്പുരയാണ്. ശ്രീമതി ജയഡാളി MV ആണ് ചെയർപേഴ്സൺ. ജയഡാളി MV ആണ് ചെയർപേഴ്സൺ. അപ്പോൾ 1, 2, 3, 4 ഒക്കെ ശരിയായ പ്രസ്താവനകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. തെറ്റായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവനയാണ് ഓപ്ഷൻ എ. 1985 സെപ്റ്റംബർ 9 കേരള സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് നിലവിൽ വന്നു. അത് തെറ്റായ പ്രസ്താവനയാണ്. കേരള സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് നിലവിൽ വന്നത് 1975 സെപ്റ്റംബർ 9 85 സെപ്റ്റംബർ 9 1975 1975 സെപ്റ്റംബർ 9 കേരള സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് നിലവിൽ വന്നത്. തെറ്റായ ജോഡിയാണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ്, നാലാമത്തതാണ് തെറ്റായ പ്രസ്താവന. ആശാഭവൻ മാനസികാരോഗ്യം ഭേദമായവരുടെ പുനരധിവാസമാണ് ലക്ഷ്യം. ശരിയാണ്. മഴവില്ല് ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വേണ്ടിയുള്ള സമഗ്ര പദ്ധതിയാണ്. പരിരക്ഷാ പദ്ധതി ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായുള്ള പദ്ധതിയാണ്. 1, 2, 3 ശരിയായ പ്രസ്താവനയാണ്. 4 തെറ്റായ പ്രസ്താവന. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ശരിയായ വകുപ്പ് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ശരിയായ വകുപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 2 ഭരണഘടനയിലെ ശരിയായ വകുപ്പ്. അതായത് വകുപ്പ് 312 രാജ്യസഭയുടെ പ്രത്യേക അധികാരം. രാജ്യസഭയുടെ പ്രത്യേക അധികാരം ഉൾക്കൊള്ളുന്നത് വകുപ്പ് 312 ഭരണഘടനാ ഭേദഗതി ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതി ആർട്ടിക്കിൾ 368. അതേപോലെ തന്നെ സ്വത്തവകാശം 300A ആണ്. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം അതായത് ജോയിൻ്റ് സിറ്റിംഗ് ആർട്ടിക്കിൾ 108 പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം ആർട്ടിക്കിൾ 108. അതേപോലെ തന്നെ സ്വത്തവകാശം നിയമപരമായ അവകാശമായത് മൗലികാവകാശങ്ങളിൽ നിന്നും 1978 അമെൻമെൻറ്റിലൂടെ മാറ്റി സ്വത്തവകാശം നിയമപരമായ അവകാശമായി 300A ആർട്ടിക്കിൾ 300A ആണ്. അതേപോലെ തന്നെ ഭരണഘടനാ ഭേദഗതി ആർട്ടിക്കിൾ 368. അപ്പോൾ ഇവിടെ ശരിയായ വകുപ്പാണ് ചോദിച്ചിരിക്കുന്നത്. 2 വകുപ്പ് 312 രാജ്യസഭയുടെ പ്രത്യേക അധികാരം. അതായത് ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി. അപ്പോൾ 27ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളേവ? കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളേവ? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2, 3, 4 എല്ലാം ശരിയാണ്. 1, 2, 3, 4 ഒക്കെ ശരിയായ പ്രസ്താവനയാണ്. നോക്കാം. 1996 AK ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് ആദ്യത്തെ കമ്മീഷൻ രൂപീകരിച്ചത്. ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരിയായിരുന്നു. ഇപ്പോഴത്തെ അധ്യക്ഷ ശ്രീമതി പി സതീദേവിയാണ്. ജസ്റ്റിസ് ഡി ശ്രീദേവി കേരള വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ സ്ഥാനം 2 തവണ വഹിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് ഡി ശ്രീദേവി കേരള വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ സ്ഥാനം 2 തവണ വഹിച്ചിട്ടുണ്ട്. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2, 3, 4 ശരിയാണ്. തന്നിരിക്കുന്നവയെല്ലാം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്. 3 തെറ്റായ പ്രസ്താവനയാണ്. ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയായിരുന്നു.
ഇത് തെറ്റായ പ്രസ്താവനയാണ്. ഓപ്ഷൻ സി ആണ് തെറ്റായ പ്രസ്താവന. നോക്കാം ശരിയായ പ്രസ്താവനകൾ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി 2007 നിലവിൽ വന്നത്. ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. 4 ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ സംസ്ഥാന റവന്യൂ മന്ത്രിയാണ്. അപ്പോൾ ഇവിടെ തെറ്റായ പ്രസ്താവനയായി കൊടുത്തിരിക്കുന്നത് ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയായിരുന്നു. നമ്മൾ കണ്ടു 2007 നിലവിൽ വന്നത്. 2007 മുഖ്യമന്ത്രി ശ്രീ അച്യുതാനന്ദനായിരുന്നു. VS അച്യുതാനന്ദൻ ആയിരുന്നു. അപ്പോൾ തെറ്റായ പ്രസ്താവന 3 ആണ്. ആൻസർ ഓപ്ഷൻ സി 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? തെറ്റായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ് തെറ്റായ ജോഡി. 30 സി ആണ് തെറ്റായ ജോഡി. അതായത് 3 ഓബ്രെ മേനോൻ, ഞാൻ നാഥുറാം സംസാരിക്കുന്നു. ഇത് തെറ്റായ ജോഡിയാണ്. നോക്കാം. ആങ് സാൻ സൂക്കി, ഭയത്തിൽ നിന്നുള്ള മോചനം. നെൽസൺ മണ്ടേല, സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര. അതായത് ആങ് സാൻ സൂക്കിയുടെ കൃതിയാണ് ഭയത്തിൽ നിന്നുള്ള മോചനം. നെൽസൺ മണ്ടേലയുടെ കൃതിയാണ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര. സൽമാൻ റുഷ്ദിയുടെ കൃതിയാണ് സാത്താൻ്റെ വചനങ്ങൾ. അപ്പോൾ ഇവിടെ തെറ്റായ പ്രസ്താവനയാണ്, തെറ്റായ ജോഡിയാണ് ഓബ്രെ മേനോൻ, ഞാൻ നാഥുറാം സംസാരിക്കുന്നു. ഞാൻ നാഥുറാം സംസാരിക്കുന്നു എന്ന കൃതി എഴുതിയിരിക്കുന്നത് പ്രദീപ് ദൽവിയാണ്. പ്രദീപ് ദൽവി. ദിസ് ഈസ് നാഥുറാം ഗോഡ്സെ സ്പീക്കിംഗ്. അതായത് ഞാൻ നാഥുറാം സംസാരിക്കുന്നു എന്ന കൃതി എഴുതിയിരിക്കുന്നത് പ്രദീപ് ദൽവിയാണ്. ഓബ്രെ മേനോൻ എഴുതിയ പ്രശസ്തമായൊരു കൃതിയാണ് രാമായണ റീടോൾഡ്. രാമായണ റീടോൾഡ് എന്ന കൃതി എഴുതിയിരിക്കുന്നത് ഓബ്രെ മേനോനാണ്. ഓബ്രെ മേനോൻ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡിയാണ് ഓബ്രെ മേനോൻ, ഞാൻ നാഥുറാം സംസാരിക്കുന്നു. നമ്മൾ പറഞ്ഞു ഞാൻ നാഥുറാം സംസാരിക്കുന്നു എന്ന കൃതി എഴുതിയിരിക്കുന്നത് പ്രദീപ് ദൽവിയാണ്. ഓബ്രെ മേനോൻ്റെ പ്രശസ്തമായ കൃതിയാണ് രാമായണ റീടോൾഡ്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് 15 ക്വസ്റ്റ്യൻസ് ആണ്. ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.